നമസ്കാരം. ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഇത് എല്ലാ വർഷവും നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും എല്ലാം ഈ ടൈമിലുള്ള ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ചോദിക്കുന്നതേ നമ്മൾ തരുള്ളൂ. കാരണം മറ്റുള്ള സമയത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിലൂടെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും ക്വസ്റ്റ്യൻ വന്നേക്കാം. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെ ആർക്കും സമയമില്ല. ചുമ്മാതെ ടൈം കളയാൻ ഒരു മിനിറ്റോ ഒരു സെക്കൻഡ്സുകളോ പോലും നമുക്ക് കളയാനില്ല. നിങ്ങളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് അത്രയ്ക്ക് പ്രതീക്ഷയോടെ. ആ ടൈമിൽ നിങ്ങളെ ഞാൻ കളിപ്പിക്കാനുള്ള എക്സാമിന് വരാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ തരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്യുന്നൊരു തെറ്റാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നതും എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇവനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൂടെയാണ് നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. ഇത് പബ്ലിക് എക്സാമിന് വരെ കിട്ടും. ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരും. അങ്ങ് ചെയ്തേക്കണം. മാക്സിമം നിങ്ങളിപ്പോൾ ഒന്ന് ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്ലാസ് ഇടുന്നത് ഒരു 10 പേര് കൂടുതൽ കണ്ടാൽ നമുക്കൊരു സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചോ. എല്ലാവർക്കും ആദ്യം തന്നെ ബെസ്റ്റ് വിഷസ്, ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ, angle between the lines x minus 1 by 2, y plus 3 by 4, z minus 1 by minus 1, x plus 2 by 3, y minus 1 by minus 2, z by 6. ഒരു പ്രശ്നമില്ല, എങ്ങനെ വന്നാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്താണ് ആംഗിളിൻ്റെ ഫോർമുല? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൻ്റെ ഫോർമുല പഠിച്ചോണം. ഇതാണ് b1 dot b2 by modulus b1 into modulus b2. This is the formula for finding the angle between two lines. ഇവിടെ b1 ഉം b2 നോക്കിക്കോണേ മോനെ. ഫസ്റ്റ് ലൈൻ എല്ലാവരും കണ്ടോ? ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ അതിൻ്റെ ഡിനോമിനേറ്റർ കുറേ 2-3 പേര് നിൽക്കുന്നുണ്ട്. 2, 4, -1, അതാ b1. ഇവിടെ കണ്ടോ ഡിനോമിനേറ്റർ കിടക്കുന്നുണ്ട് 3, -2, 6, അതാ b2. ഓക്കെ ആണല്ലോ. അപ്പോൾ b1 എഴുതാൻ പോകണേ. b1 ഈസ് ഈക്വൽ ടു 2i plus 4j minus 1k. ഓക്കെ, b2 ഈസ് ഈക്വൽ ടു നോക്കിക്കോണം 3i minus 2j plus 6k. അപ്പോൾ അവരൊക്കെ ആയി. ഇനി ഇതിൻ്റെ ഏതാണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിക്കണം. 3 സ്റ്റെപ്പ് എഴുതുന്നു, 4ാമത്തെ സ്റ്റെപ്പിൽ ആൻസർ. ഓക്കെ, b1 ഡോട്ട് b2 എങ്ങനെ നോക്കണം? b1 ഡോട്ട് b2 ചുമ്മാ അത് 2 ബ്രാക്കറ്റ് ഇട്ട് ഒരു കുത്ത് തേക്കണം കേട്ടോ. കുത്താണ് ഡോട്ട്. ഓക്കെ, 2i പ്ലസ് 4j മൈനസ് k. അടുത്തത് 3i മൈനസ് 2j പ്ലസ് 6k. ഇനി ഡോട്ടൊക്കെ കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യത്തിൽ നോക്കിക്കോണം. നാണക്കേടൊന്നും വിചാരിക്കല്ലേ, അങ്ങ് പഠിച്ചേക്കണം. മോൻ ഇവിടെ ഐയുടെ കൂടെ ആരെയാണ് കാണുന്നത്? 2 ഇല്ലയോ? അവിടെ ഐയുടെ കൂടെ ആരാ? 3. അവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. 2 × 3 ഒരു പ്ലസ് ഇടുക. ഇവിടെ ജെയുടെ കൂടെ 4, അവിടെ ജെയുടെ കൂടെ -2, അവരെ തമ്മിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്യാൻ പോലെ 4 × -2 പ്ലസ് ഇടുക. ഇവിടെ -k ഇല്ലയോ? ആരാ അതിൻ്റെ കൂടെ? -1. അവിടെ ആരാ? 6. അത്രയേ ഉള്ളൂ. -1 × 6, 6 -8 -6 വെട്ടിപ്പോയി -8 ആൻസർ. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. അവൻ നിങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. നമ്മൾ ഓരോന്നൊക്കെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന സംഭവമാണ്. പിന്നെ കയ്യിൽ നിന്ന് പോത്തുമില്ല. ജീവിതത്തിൽ അതൊരു വർത്താണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത, നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ മനസ്സിലാണ്. നിങ്ങളും ആ രീതിയിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി ഇല്ലേ? അപ്പം മണ്ടക്കത്തെ ഭാഗം ഓക്കെ. ഇനി ഇവർ രണ്ടുപേരും ഇപ്പം ചെയ്യാം. b1ൻ്റെ മോഡുലസ് റൂട്ട് ഇടുക. റൂട്ട് ഇട്ടിട്ട് b1 നോക്കിക്കേ, ഇവരുടെ കൂടെ കാണുന്നുണ്ട് 2, 4, -1 കണ്ടോ? ഈ 2, ഇത് 4, ഇവിടെ -1. ചുമ്മാ അങ്ങോട്ട് സ്ക്വയർ ചെയ്ത് പ്ലസ് ഇട്ടു. സ്ക്വയർ ആകുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, പ്ലസ് -1ൻ്റെ സ്ക്വയർ 1 21. ഒരു കുഴപ്പമില്ലല്ലോ. എന്ത് സിമ്പിൾ അല്ലയോ? വളരെ എളുപ്പമാണ്. പഠിക്കേണ്ട രീതിയിൽ കൂടെ ആണെങ്കിൽ എളുപ്പമാണ്. പഠിപ്പിക്കുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ അറിഞ്ഞാണ് പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സറിഞ്ഞാണ് പഠിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെടണം, മനസ്സിലാവണം. ഇഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഇഷ്ടപ്പെടാനല്ലല്ലോ ഇരിക്കുന്നത്. ക്ലാസ് ആണോ? ഇഷ്ടപ്പെടാനല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, കാണുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവണം. വേറൊരാൾക്ക് നല്ല അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് b2. മോഡുലസ് b2 നോക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് ഇന്നെ ഇടുക. ഇപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ? കറക്റ്റ്. അങ്ങനെ തന്നെ ഇവിടെ 3ൻ്റെ സ്ക്വയർ 9. മൈനസിനെ കണ്ടുകൊണ്ടൊന്ന് -2 ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇതെത്ര പറഞ്ഞാലും പിള്ളേരല്ലേ, ആ പിള്ളേരെന്നുള്ള വീടിനുള്ളിൽ എല്ലാം ഉണ്ട്. ഉഴപ്പാം, ശ്രദ്ധിക്കാതിരിക്കാം, എല്ലാം ലൈസൻസ് തന്നെ ഇടുന്നുണ്ട് അല്ലേ? പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനും ലൈസൻസ് ഉണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ലൈസൻസ് ഉള്ളതുപോലെയാണ്. പ്രായമായി കഴിഞ്ഞാൽ ഇതുപോലെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ചെറിയ മിസ്റ്റേക്സുകൾ എപ്പോഴും വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പിള്ളേരെന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സാം ആകുമ്പോൾ പിള്ളേർ വലിയവരായിട്ട് തന്നെ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ -2ൻ്റെ സ്കോർ മോനെ 4, 36, 49, 7. ഓ എന്തെളുപ്പം അല്ലേ? 36, 4 അതും ക്ലിയറായി.
എല്ലാം കിട്ടി, അങ്ങോട്ട് കൊടുക്കണം. therefore cos theta is equal to b1 dot b2. എന്താണ് ഈ b1 dot b2 എത്ര മോനെ കിട്ടിയത്? -8 മണ്ടയ്ക്ക് എഴുതുക. ഇവരെ രണ്ടുപേരും താഴെ എഴുതണം മോനെ, √21ഉം 7ഉം. therefore നമുക്ക് വേണ്ട എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ -8 √21 ഇൻറ്റു 7 വേണം ആദ്യം എഴുതിക്കോ. കഴിഞ്ഞു, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കയറുകയാണ്. ക്വസ്റ്റൻ എല്ലാവരും വായിക്കുക. ഇൻ്റഗ്രൽ സൈൻ ഓഫ് 1 + log x ഹോൾ ഡിവൈഡഡ് ബൈ x dx. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഓർത്തോണം, ഈ ലോഗിനെ കാണുന്നുണ്ടല്ലേ, ലോഗ് അവൻ ഇച്ചിരി വ്യത്യസ്തനാണല്ലോ അല്ലേ. ലോഗിനെ കണ്ടാൽ പുറകെ നടക്കും 1/x. ഓക്കെ, 1/x ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആമോനെ. അപ്പോൾ ഈ 1 + log x-ന് വേണം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിളായ യുഒ ടിഒ എന്തെങ്കിലും കൊടുത്തോണം. യു ഇങ്ങനെ 1 + log x. ദെൻ വാട്ട് ഈസ് ഡി യു? 1-ന് 0, log x-ൻ്റെ എത്രയാണ് മോനെ? 1/x dx. ഓക്കെ, 1/x dx. ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണ് ഞാൻ. ഇത്രയും ആൾക്കാർ കേട്ടോ, ഇത്രയും ആൾക്കാർ ചേർന്ന് ആരായിട്ട് മാറി? ഡി യു. ഓക്കെ, പിന്നെ ന്യൂമറിൽ ആരും ഇല്ലല്ലേ? ന്യൂമറിൽ ആരും ഇല്ലെങ്കിൽ പേടിക്കാൻ ഉണ്ടല്ലോ. അതുകൊണ്ട് സൈൻ ഓഫ് 1 + log x, അത് സൈൻ ഓഫ് ആരായിട്ട് മാറി? യു ആയി. ഓക്കെ, സൈൻ യു. അപ്പോൾ ഈ 1/x dx dy, സൈൻ ഓഫ് 1 + log x 1 + log x യു ആയപ്പോൾ സൈൻ യു. യു സൈൻ യുവിന് ഇൻ്റഗ്രൽ എന്തോ എളുപ്പം എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ എത്ര? -cos x. സൈൻ യുവിൻ്റെ -cos u, അത്രയേ ഉള്ളൂ. ഓക്കെ, -cos ഓഫ് യു, ദാറ്റ് ഈസ് -cos ഓഫ് യുവിന് പകരം 1 + log x + c. ഓക്കെ, കഴിഞ്ഞു. അടിപൊളി ചോദ്യം. നെക്സ്റ്റ്, ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ 3i + 2j + 4k. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. +2-ന് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക്, വളരെ സിമ്പിൾ, ഏറ്റവും ഉറപ്പിക്കാവുന്നത് കേട്ടോ. ജോയിൻ ചെയ്യാം, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എൻട്രൻസ് ഉണ്ട്, കീമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനും ജോയിൻ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് വെക്ടർ. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഡയറക്ഷൻ റേഷ്യോസ് വേണം. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് വേണമെന്ന് പറയാൻ 3, 2, 4 എന്ത് ഇവർ ഈ ഡയറക്ഷൻ റേഷ്യോസ് എന്നൊക്കെ വിളിക്കുന്നു. നമ്മളെന്തോ അറിയാതൊക്കെ ചുമ്മാ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ മോനെ? ആ 3 നമ്പറുകളുണ്ടല്ലോ, ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നതാണ്. 3, 2, 4. 3 - 2, 4 ആണെങ്കിൽ വേറെ ഡയറക്ഷൻ. നിങ്ങൾക്കറിയാം, ആ പോയിൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ 3, 2, 4 എന്ന് പറഞ്ഞ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നതും 3 - 2, 4 മാർക്ക് ചെയ്യുന്നതും ഒരിടത്താണോ? അല്ല, രണ്ടും രണ്ടിടത്താണ്. അപ്പോൾ ഒറിജിനിൽ നിന്നുമുള്ള ആ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 പേരാണ്. L = എത്രയാണ്? കോസ് ആൽഫയുണ്ട്. M = ആരുണ്ട്? കോസ് ബീറ്റയുണ്ട്. N = ആരുണ്ട്? കോസ് ഗാമയുണ്ട്. ഓക്കെ, ഇവിടുത്തെ കോസ് ആൽഫ നോക്കണം. 3/√3², 9, 4, 16, √29. ഓക്കെ, √29 6/3. ഓക്കെ, അത് കിട്ടി. നെക്സ്റ്റ്, M = കോസ് ബീറ്റ 2, ദാറ്റ് ഈസ് 2/√29 ആൻഡ് കോസ് ഗാമ 4/√29. ഇങ്ങനെ ഇത് ഒരു വെക്ടറിനെ തന്നാൽ ഇങ്ങനെ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 പോയിൻറ്റ്സുകളെ ജോയിൻ ചെയ്യുമ്പോഴായിരുന്നു. ചിലപ്പോൾ ഒരു വെക്ടറായിട്ട് തന്നാൽ ഇത്തിരി കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ക്രിസ്മസ് എക്സാമിനോട് അനുബന്ധിച്ച ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് പബ്ലിക് എക്സാം, അതാണ് നമ്മുടെ ഏറ്റവും റിയൽ എക്സാം. നിങ്ങൾ ഏറ്റവും നല്ലപോലെ വർക്ക് ചെയ്യേണ്ടത്, വീട്ടുകാർക്ക് ഒരു സമാധാനവും സന്തോഷവും കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പോഴേ മനസ്സ് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആക്കുക. നമ്മൾ മാക്സിമം കാണും. ഞാൻ പറഞ്ഞു, പിന്നെ ഓൺലൈൻ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നുമേ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് സന്തോഷമായിട്ടുള്ള മാർക്ക് മാത്സിന്, ഫിസിക്സ്, കെമിസ്ട്രി 3 ഉണ്ട്. മാത്സിന് ജോയിൻ ചെയ്താൽ പിന്നെ നമ്മൾ തന്നെ ക്ലാസ് എടുത്തങ്ങ് അടിപൊളിയായിട്ട് തരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.